ആദ്യമൊക്കെ അതൊരു സാധാരണ ജോലിക്ഷീണം മാത്രമായിരുന്നു. ഓഫീസിൽ പുതിയ പ്രൊജക്റ്റിൻ്റെ പ്രഷർ ഉണ്ടെന്നും വൈകുന്നേരങ്ങളിലെ യാത്രകൾ കാരണമാണെന്നും പറഞ്ഞാണ് ശ്യാം ആ ക്ഷീണത്തെ അവഗണിച്ചു പോന്നത്. പക്ഷേ ജോലി കഴിഞ്ഞ് ബൈക്ക് നിർത്തി അകത്തേക്ക് കയറി വരുമ്പോൾ അവൻ്റെ മുഖത്ത് ഉണ്ടാവുന്ന തളർച്ച അനു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വൈകിട്ട് മാത്രമല്ല, ചില ദിവസം രാവിലെയും അവന് ക്ഷീണം തന്നെയാണ്. കാലിലെ നീരും കൺതടങ്ങളിലെ നേർത്ത കറുപ്പും കണ്ട് അവൾ ചോദിച്ചപ്പോഴൊക്കെ വെറുതെ ഓരോന്ന് സങ്കല്പിക്കാതെ അനു, ഓഫീസിൽ നല്ല ജോലിയാ, അതിൻ്റെ ക്ഷീണവും ഉറക്കക്കുറവും ഉണ്ട് എന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞുമാറി. പക്ഷേ അപ്പോഴും അവൾക്കുള്ളിൽ എന്തോ ഒരു വല്ലായ്മ ഉണ്ടായിരുന്നു. അവനെക്കുറിച്ച് അവൾക്കുള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥത പടർന്നു തുടങ്ങി. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. രാവിലെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയുള്ള തിരക്കിലാണ് അവൻ. കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി 2 അടി നടന്നപ്പോഴേക്കും അവൻ ചുമരിലേക്ക് ചാരി നിന്നുപോയി. നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. അവനെയും നോക്കി മുറിയിലേക്ക് വന്ന അനു കാണുന്നത് അസ്വസ്ഥതയോടെ കട്ടിലിൽ ഇരിക്കുന്ന ശ്യാമിനെയാണ്. എന്തു പറ്റി ശ്യാമേട്ടാ? ചോദിച്ചുകൊണ്ട് അവൾ അവൻ്റെ അരികിലേക്ക് വന്നു. അവൻ്റെ വിയർത്ത മുഖം കണ്ട് അവളുടെ മുഖത്ത് വല്ലാത്തൊരു വെപ്രാളം ഉണ്ടായിരുന്നു. ഒന്നുമില്ല അനു, ചെറിയൊരു തലചുറ്റൽ പോലെ. ശ്യാം സ്വാഭാവികമെന്ന് ആക്കാൻ വണ്ണം പറഞ്ഞു. എന്നാൽ അവൻ പറഞ്ഞത് കേട്ട് അവളുടെ കണ്ണുകൾ ചുരുങ്ങി. ഏട്ടന് ശ്വാസം മുട്ടുന്നുണ്ടോ? അവൾ ചോദിച്ചു. അവൻ അവളെയൊന്ന് നോക്കി. അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആദിയും വെപ്രാളവും കണ്ട് അവൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. തനിക്കൊരു ചെറിയ ജലദോഷമോ തുമ്മലോ വന്നാൽ പോലും അവൾ ഇങ്ങനെയാണ്. അവൾക്ക് വല്ലാത്ത ആദിയാണ്. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ട്. ഞാൻ പറഞ്ഞില്ലേ അനു, പേടിക്കാനൊന്നുമില്ലെന്ന്? അവൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്നുമില്ലാതെയാണോ ശ്വാസമുട്ടലും തലചുറ്റലും വരുന്നേ? എനിക്കെന്തോ പേടിയാവുന്നു. നമുക്കെന്തായാലും ഒന്ന് ഡോക്ടറെ കാണാമേട്ടാ. ഇന്ന് ഓഫീസിൽ പോകണ്ട. അനു അവൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇന്ന് ഓഫീസിൽ പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട് അനു. ഇന്ന് എന്തായാലും ലീവ് എടുക്കാൻ പറ്റില്ല. ഞാൻ വൈകുന്നേരം വന്നിട്ട് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ വൈകുന്നേരം പോകാം, അവൻ പറഞ്ഞു. അവൾ വീണ്ടും അവനെ നിർബന്ധിച്ചെങ്കിലും അവൻ ഇന്ന് ജോലിക്ക് പോയേ പറ്റൂ എന്ന ഉറപ്പിലാണ്. എന്നാൽ രാവിലത്തെ ചായ കുടിച്ച് എഴുന്നേറ്റപ്പോഴും അവന് തല ചുറ്റി. കൂടാതെ വയറ്റിനകത്തു നിന്നും വല്ലാത്തൊരു വേദനയുമുണ്ട്. അവൻ്റെ ഉള്ളിലും വല്ലാത്തൊരു പരിഭ്രാന്തി നിറഞ്ഞു. എന്തായിരിക്കും ഇങ്ങനെ? കണ്ടില്ലേ, ഇപ്പോഴും തല ചുറ്റി. നമുക്ക് ഡോക്ടറെ കാണിക്കാം. അമ്മയൊന്ന് പറയ് ഇന്ന് പോകണ്ടെന്ന്, അവൾ അവനോട് പറഞ്ഞുകൊണ്ട് അമ്മയെ നോക്കി. മോള് പറഞ്ഞത് കേട്ടില്ലേ ശ്യാം? എനിക്കും പേടിയാവുന്നുണ്ട്. ഇതിപ്പോൾ എന്താ ഇങ്ങനെ ഒരു തലചുറ്റൽ? എന്തായാലും നീ ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട് വാ. ചിലപ്പോൾ BP കൂടിയതോ കുറഞ്ഞതോ ആകും. BP കൂടിയാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല, അമ്മയും പറഞ്ഞു. അവനുമാകെ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഡോക്ടറെ കാണിക്കാമെന്ന് കരുതി. അന്ന് അവൻ ഓഫീസിലേക്ക് വിളിച്ച് ലീവ് പറഞ്ഞു. അപ്പോൾ തന്നെ അവർ വീട്ടിൽ നിന്നിറങ്ങി. അടുത്തുള്ള ഒരു ക്ലിനിക്കിലാണ് അവർ പോയത്. ഡോക്ടർ പരിശോധിച്ച ശേഷം കുറേ ടെസ്റ്റുകൾക്ക് എഴുതി. രക്തവും മൂത്രവും പരിശോധനകൾക്ക് കൊടുത്ത ശേഷം അവർ വീട്ടിലേക്ക് വന്നു. റിപ്പോർട്ട് വൈകുന്നേരമേ കിട്ടുകയുള്ളൂ. അത് വാങ്ങിയിട്ട് വേണം ഡോക്ടറെ ഒന്നുകൂടി കാണിക്കാൻ. വീട്ടിൽ വന്നത് മുതൽ അനു അവൻ്റെ പിന്നാലെയാണ്. ഇപ്പോൾ തല ചുറ്റുന്നുണ്ടോ? ശ്വാസം മുട്ടുന്നുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വെള്ളം വേണോ? എന്തെങ്കിലും കഴിക്കാൻ വേണോ എന്നൊക്കെ ചോദിച്ച് അവനൊരു സമാധാനവും അവൾ കൊടുത്തിട്ടില്ല. അവന് അവളോട് വല്ലാത്ത സ്നേഹവും അലിവും തോന്നി. അമ്മയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. തൻ്റെ കുഞ്ഞിന് എന്തു പറ്റിയതാണെന്ന് അറിയാതെ ആ അമ്മയ്ക്ക് സമാധാനം കിട്ടിയില്ല. റിസൾട്ട് വരുമ്പോൾ ഒരു കുഴപ്പവും ഉണ്ടാകരുതേ എന്ന് അവർ മനമുരുകി പ്രാർത്ഥിച്ചു. അവൻ്റെ കയ്യിലും മുടിയിലുമെല്ലാം തലോടി അമ്മ അവനരികിൽ തന്നെയായിരുന്നു അധിക സമയവും. ക്ലിനിക്കിൽ നിന്നും റിസൾട്ട് ആയെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ തന്നെ അവർ ക്ലിനിക്കിലേക്ക് തിരിച്ചു. റിപ്പോർട്ടും വാങ്ങി നേരെ ഡോക്ടർക്ക് അരികിലേക്ക് ചെന്നു. ഇരിക്കൂ, ഡോക്ടർ പറഞ്ഞു. അവർ റിപ്പോർട്ട് ഡോക്ടറുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് മുൻപിലെ കസേരയിൽ ഇരുന്നു. അനു ശ്യാമിൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. പക്ഷേ അവളുടെ നോട്ടം മുഴുവൻ ഡോക്ടറുടെ മുഖത്താണ്. ഡോക്ടർ ആ റിപ്പോർട്ട് സൂക്ഷ്മമായി വായിച്ചു നോക്കി. ഡോക്ടറുടെ മുഖത്തെ ഗൗരവം കണ്ടപ്പോഴേ അനുവിൻ്റെ ഉള്ളൊന്ന് കാളി. എന്തോ കുഴപ്പമുണ്ട്.
അവളുടെ മനസ്സ് പറഞ്ഞു. ക്രിയാറ്റിനിൻ ലെവൽ 8-ൽ കൂടുതലാണ്. പിന്നെ ബി.പിയും വല്ലാതെ ഹൈ ആണ്. ഇനി ഒട്ടും സമയം കളയണ്ട. എത്രയും പെട്ടെന്ന് കുറച്ചുകൂടി വലിയൊരു ഹോസ്പിറ്റലിലേക്ക് മാറണം. ഒരു നല്ല നെഫ്രോളജിസ്റ്റിനെ ഉടൻ കാണണം. ഡോക്ടർ വളരെ പതുക്കെ എന്നാൽ ഒരുവിധം ഭാരത്തോടെ തന്നെ പറഞ്ഞു. ഡോക്ടറുടെ വാക്കുകളിൽ നിന്നും കാര്യങ്ങൾ കുറച്ച് ഗൗരവമുള്ളതാണെന്ന് അവനും അവൾക്കും തോന്നി. ഡോക്ടറുടെ മുറിയിൽ നിന്നും വല്ലാത്തൊരു മനപ്രയാസത്തോടെയാണ് അവർ രണ്ടുപേരും പുറത്തേക്കിറങ്ങിയത്. അപ്പോഴേക്കും അമ്മയുടെ കോൾ വന്നു. എന്തു പറയണമെന്നറിയാതെ അനുവും ശ്യാമും ഒരു നിമിഷം പരസ്പരം മുഖത്തോട് മുഖം നോക്കി. പിന്നെ അവൻ പതിയെ ഫോണെടുത്തു. എന്തായി മോനെ, ഡോക്ടറെ കണ്ടോ? ഡോക്ടർ എന്തു പറഞ്ഞു? അമ്മ ചോദിച്ചു. ഇല്ല അമ്മേ, ഡോക്ടറെ കണ്ടില്ല. കുറച്ചുകൂടി കഴിയും. ഞങ്ങൾ കഴിഞ്ഞിട്ട് വിളിക്കാം. ആ, ഡോക്ടറെ കണ്ടിട്ട് വിളിക്കണേ. അമ്മ പറഞ്ഞതും വിളിക്കാമെന്നും പറഞ്ഞ് അവൻ ഫോൺ വെച്ചു. എന്തോ അമ്മയെ വെറുതെ ടെൻഷൻ അടിപ്പിക്കാൻ അവന് തോന്നിയില്ല. അവിടെ നിന്നും അവർ രണ്ടുപേരും നേരെ പോയത് സിറ്റിയിലെ തന്നെ അത്യാവശ്യം വലിയൊരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ കൺസൾട്ടേഷൻ റൂമിന് മുൻപിൽ ഇരിക്കുമ്പോൾ അവിടുത്തെ അന്തരീക്ഷത്തിന് പോലും ഒരു വല്ലാത്ത അസ്വാഭാവികത ഉള്ളതുപോലെ അവർക്ക് രണ്ടുപേർക്കും തോന്നി. പേടിക്കേണ്ട ഏട്ടാ, ഒന്നുമുണ്ടാവില്ല, അവൾ അവനെ സമാധാനിപ്പിക്കാനെന്നവണ്ണം പറഞ്ഞു. അവൻ അതിനൊന്നും പറയാതെ അവളുടെ കയ്യിലൊന്ന് മുറുക്കെ പിടിച്ചതേയുള്ളൂ. കുറച്ചു കഴിഞ്ഞതും അവരെ അകത്തേക്ക് വിളിച്ചു. ഡോക്ടർക്ക് മുൻപിലിരിക്കുമ്പോൾ മനസ്സിൽ വല്ലാത്ത ഭാരം നിറയുന്നത് അവർ രണ്ടുപേരും അറിയുന്നുണ്ടായിരുന്നു. ശ്യാം, ഞാനിത് പറയുമ്പോൾ ടെൻഷൻ അടിക്കരുത്. പക്ഷേ പറയാതിരിക്കാനും എനിക്ക് പറ്റില്ലല്ലോ. ശ്യാമിൻ്റെ 2 കിഡ്നിയുടെയും പ്രവർത്തനം ഏതാണ്ട് 90% നിലച്ചിരിക്കുകയാണ്. ക്രോണിക് കിഡ്നി ഡിസീസ് എന്നാണ് ഇതിന് പറയുന്നത്. അത് അതിൻ്റെ അവസാന സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു. ഉടൻ തന്നെ നമുക്ക് ഡയാലിസിസ് തുടങ്ങണം. പെർമനൻ്റ് ആയിട്ടുള്ള ഒരേ ഒരു സൊല്യൂഷൻ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമാണ്. ഡോക്ടർ പറഞ്ഞത് കേട്ട് ശ്യാമും അനുവും ഒരുപോലെ ഞെട്ടിപ്പോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ശ്യാമിൻ്റെ കൈകൾ വിറയ്ക്കുന്നത് അറിഞ്ഞ് അവൾ ആ കയ്യിൽ മുറുക്കെ പിടിച്ചു. അല്ല, ഇതുവരെ ശ്യാമിന് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ലേ? എന്താ ഇത്ര നേരം വൈകിയത്? ഡോക്ടർ ചോദിച്ചു. അത് ഡോക്ടർ, ശ്യാം എന്ത് പറയണമെന്നറിയാതെ തപ്പിത്തടഞ്ഞു. ഉണ്ടായിരുന്നു ഡോക്ടർ, ഏട്ടന് നല്ല ക്ഷീണമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞപ്പോഴൊക്കെയും രാത്രി ലേറ്റായി ഉറങ്ങുന്നതിൻ്റെയും ഓഫീസ് ജോലിയുടെ ഭാരമാണെന്നുമൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞു. പറയുമ്പോൾ അനുവിൻ്റെ സ്വരം ഇടറിയിരുന്നു. അവിടെ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ രണ്ടുപേരുടെയും മുഖത്ത് വല്ലാത്തൊരു ഭാരമുണ്ടായിരുന്നു. എന്തു ചെയ്യും, എങ്ങനെ ചെയ്യും, എന്താവും എന്നൊന്നും അറിയാത്ത ഒരു വെപ്രാളം. മുറ്റത്തേക്ക് കയറിയതേ കണ്ടു ഉമ്മറത്ത് അവരെയും കാത്തിരിക്കുന്ന അമ്മയെ. എന്തായി മോനെ? ഡോക്ടർ എന്താ മോളെ പറഞ്ഞത്? കുഴപ്പമൊന്നുമില്ലല്ലോ? അമ്മ ചോദിച്ചു. ഇത്ര വലിയ കാര്യം അമ്മയോട് പറയാതെ മറച്ചു വെക്കാനും പറ്റില്ലല്ലോ. ശ്യാം ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് നടന്നു. എന്താ മോളെ, അവനെന്താ പറ്റിയത്? എൻ്റെ മോന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അമ്മ ആദിയോടെ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അത് അമ്മേ, ഏട്ടന് ചെറിയൊരു വല്ലായ്മയുണ്ട്. ഞാൻ പറയാം. അമ്മ അകത്തേക്ക് വന്നേ. അവൾ പറഞ്ഞുകൊണ്ട് അമ്മയെയും കൂട്ടി അകത്തേക്ക് നടന്നു. എല്ലാം കേട്ടുകഴിഞ്ഞ് അമ്മ സാരിത്തലപ്പ് കൊണ്ട് വായ പൊത്തിക്കരഞ്ഞു. ഈശ്വര, എൻ്റെ കുഞ്ഞിന് ഇത് വന്നല്ലോ. എൻ്റെ മോനു പകരം എനിക്ക് തന്നാൽ പോരായിരുന്നോ എന്നും പറഞ്ഞ് അമ്മ കരഞ്ഞു. ശ്യാം ഇതെല്ലാം കേട്ടുകൊണ്ട് ഒന്നും മിണ്ടാതെ മുറിയിൽ കിടക്കുന്നുണ്ടായിരുന്നു. കറങ്ങുന്ന ഫാനും നോക്കി കിടക്കുമ്പോൾ അവൻ്റെ മനസ്സ് ഇനി എന്തെന്നറിയാതെ ഭാരപ്പെട്ടു. തുടർന്നുള്ള ആഴ്ചകൾ ആശുപത്രി വരാന്തകളിലെ കാത്തിരിപ്പുകളുടേതായിരുന്നു. ശ്യാമിൻ്റെ വലതുകൈയിൽ ഫിസ്റ്റുല ഇടാനുള്ള ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞു. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ രാവിലെ 8:30 ഡയാലിസിസ് യൂണിറ്റിനു മുന്നിലെ ഇരുമ്പ് കസേരയിൽ അവനെയും കാത്ത് നിറഞ്ഞ കണ്ണുകളോടെ പ്രാർത്ഥനയോടെ അനു ഇരിക്കും. 4 മണിക്കൂർ നീളുന്ന ആ പ്രക്രിയ കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ശ്യാം വല്ലാതെ ക്ഷീണിച്ചിരിക്കും. BP പെട്ടെന്ന് കുറയുന്നതുകൊണ്ട് അവന് എപ്പോഴും തലക്കറക്കവും ഛർദിയും പതിവായി. ട്രാൻസ്പ്ലാന്റേഷൻ അല്ലാതെ വേറൊരു മാർഗവുമില്ലെന്ന് മനസ്സിലായതോടെ ഇതിനിടയിൽ ട്രാൻസ്പ്ലാന്റിനായുള്ള അന്വേഷണങ്ങളും തുടങ്ങി. അമ്മയ്ക്ക് കൊടുക്കണമെന്ന് ഉണ്ടായിരുന്നെങ്കിലും BP ഉള്ളതും പിന്നെ പ്രായം കൂടുതലും കാരണം ഡോക്ടർ അത് നിരസിച്ചു. ബന്ധുക്കളിൽ പലരും സാമ്പത്തിക സഹായമൊക്കെ വാഗ്ദാനം ചെയ്തെങ്കിലും അവയവദാനത്തിൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ പിന്നീട് ആ അന്വേഷണങ്ങളും പതിയെ കുറഞ്ഞു വന്നു.
അന്നൊരു വ്യാഴാഴ്ച രാത്രിയായിരുന്നു. ഡയാലിസിസ് കഴിഞ്ഞ് കഠിനമായ ക്ഷീണത്തോടെ കിടപ്പുമുറിയിൽ വിശ്രമിക്കുകയായിരുന്നു ശ്യാം. ഫാനിൻ്റെ നേർത്ത മൂളൽ മാത്രമുള്ള ആ മുറിയിൽ ചെറിയൊരു ഡിം ലൈറ്റ് മാത്രമേ കത്തുന്നുണ്ടായിരുന്നുള്ളൂ. അനു ചെറിയൊരു ഫ്ലാസ്കിൽ ചൂടുവെള്ളം കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചു. പിന്നെ വന്ന് അവൻ്റെ അരികിലിരുന്നു. ഡയാലിസിസിൻ്റെ സൂചി തുളച്ചു കയറിയ അവൻ്റെ കൈത്തണ്ടയിലെ പ്ലാസ്റ്ററിന് മുകളിലൂടെ അവൾ പതിയെ അവന് തടവിക്കൊടുത്തു. കയ്യിൽ ഒരു തലോടൽ അറിഞ്ഞതും ശ്യാം പതിയെ കണ്ണുകൾ തുറന്ന് അവളെ നോക്കി. അവളുടെ നിറഞ്ഞ കണ്ണുകളും വെപ്രാളവും കണ്ട് അവൻ അവൾക്കൊരു നേർത്ത പുഞ്ചിരി നൽകി. ഉറങ്ങാനായില്ലേ അനു? സമയം ഒരുപാടായല്ലോ, അവൻ പറഞ്ഞു. എനിക്ക് ഉറക്കം വരുന്നില്ല ശ്യാമേട്ടാ, പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ കൈവിരലുകൾക്കിടയിലേക്ക് സ്വന്തം കൈവിരലുകൾ ചേർത്ത് വെച്ചു. ഏട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാനിന്ന് ഹരീന്ദ്രൻ ഡോക്ടറെ പോയി കണ്ടിരുന്നു. പുറത്തുനിന്ന് ട്രസ്റ്റ് വഴിയോ മറ്റോ കിഡ്നി കിട്ടാൻ മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ വരെ കാത്തിരിക്കേണ്ടി വരുമെന്നാ പറഞ്ഞേ. നമ്മുടെ രണ്ടുപേരുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നാണല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ കിഡ്നി തരാം. നാളെ തന്നെ നമുക്ക് അതിൻ്റെ ടെസ്റ്റുകൾക്ക് പോയാലോ? അവൾ അത് പറഞ്ഞതും ശ്യാമിൻ്റെ മുഖഭാവം മാറി. അവൻ്റെ മുഖത്ത് ദേഷ്യമുണ്ടായിരുന്നില്ല, മറിച്ച് വല്ലാത്തൊരു വേദനയും നിസ്സഹായതയുമായിരുന്നു അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നത്. അവൻ കട്ടിലിൽ പതുക്കെ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് അവളുടെ രണ്ടു കൈകളും തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അനു, അവൻ്റെ ശബ്ദം വല്ലാതെ ഇടറിയിരുന്നു. അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. നിനക്ക് ഭ്രാന്താണോ പെണ്ണേ? അവനൊരു നേർത്ത പുഞ്ചിരിയോടെ ചോദിച്ചു. എനിക്ക് ഭ്രാന്തൊന്നുമല്ല ശ്യാമേട്ടാ. ഏട്ടന് ജീവൻ തിരിച്ചു കിട്ടാൻ ഇതല്ലാതെ വേറെ എന്താ വഴി? അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ശ്യാം അവളുടെ നനഞ്ഞ കവിളുകൾ കൈക്കുമ്പിളിൽ എടുത്തു. അവൻ്റെ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ അവളുടെ കൈത്തണ്ടയിലേക്ക് ഇറ്റുവീണു. അനു, ഞാൻ നിന്നെ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്തിനാണെന്നറിയാമോ? സന്തോഷമുള്ള സമാധാനമുള്ള ഒരു ജീവിതം തരാനാണ്. എൻ്റെ ഈ അസുഖത്തിൻ്റെ ഭാരം നിനക്ക് കൂടി വെച്ച് തരാനല്ല. നിന്റെ ഒരു കിഡ്നി മുറിച്ചെടുത്ത് നിന്നെ ഒരു രോഗിയാക്കി മാറ്റിയിട്ട് എനിക്ക് കിട്ടുന്ന ആയുസ്സിന് എന്ത് അർത്ഥമാണുള്ളത്? അവൻ പറഞ്ഞു. ഒരു കിഡ്നി കൊണ്ടും ആളുകൾ ജീവിക്കാറില്ലേ ഏട്ടാ? ആദ്യമായിട്ടല്ലാലോ ഒത്തിരി പേർ അങ്ങനെ ജീവിക്കുന്നില്ലേ? എനിക്ക് ഒരു കുഴപ്പവും വരില്ല ഏട്ടാ. സത്യം, ഏട്ടനൊന്ന് സമ്മതിക്ക്, അവൾ വീണ്ടും പറഞ്ഞു. വരും അനു, ചിലപ്പോൾ വരും. ശ്യാം അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ തല ചായ്ച്ചു. സിംഗിൾ കിഡ്നിയിൽ ജീവിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എത്രയാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാകും. ഞാൻ അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ട്. നാളെ നിന്റെ ആരോഗ്യത്തിന് ചെറിയൊരു പോറൽ വീണാൽ, നിനക്കൊരു വേദന വന്നാൽ അതിന് കാരണക്കാരൻ ഞാനാണെന്ന കുറ്റബോധം വെച്ചുകൊണ്ട്, ഇല്ല, എനിക്ക് അങ്ങനെ ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല. ഞാൻ ജീവനോടെ തന്നെ മരിച്ചു പോകും അനു, അവൻ നോവോടെ ഇടറുന്ന സ്വരത്തോടെ പറഞ്ഞു. അങ്ങനെയല്ല ഏട്ടാ. ഏട്ടനില്ലാതെ എനിക്കൊരു ജീവിതമുണ്ടോ? അങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? ഏട്ടന് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ എനിക്ക് അങ്ങനെ ഓർക്കാൻ പോലും വയ്യ. അവൾ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് കരഞ്ഞു. ശ്യാം അവളെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് നീ. എൻ്റെ രോഗം കാരണം നിന്റെ ശരീരത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ജന്മത്തിൽ എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാൻ കഴിയില്ല. തൽക്കാലം എൻ്റെ ഡയാലിസിസ് ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെടോ. എന്നെങ്കിലും ഒരു ഡോണറെ കിട്ടിയാൽ നമ്മൾ സർജറി ചെയ്യും. കിട്ടിയില്ലെങ്കിൽ എൻ്റെ വിധി പോലെ നടക്കട്ടെ. പക്ഷേ അതിനു പകരമായി നിന്റെ ശരീരത്തിൽ കത്തിവെക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നെ നീ അത്രയ്ക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യം പറഞ്ഞ് ഇനി എന്നെ വേദനിപ്പിക്കരുത്, പ്ലീസ്. അവൻ അവളുടെ ഉള്ളം കൈയിൽ പതിയെ ഒന്ന് മുത്തി. പിന്നെ കണ്ണുകൾ അടച്ചു കിടന്നു. ശ്യാമിൻ്റെ നെഞ്ചിലെ ആ സ്പർശനത്തിൽ അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അവൾ തിരിച്ചറിയുകയായിരുന്നു. ഒരു തരിമ്പ് സ്വാർത്ഥതയുമില്ലാതെ സ്വന്തം ജീവനേക്കാൾ തന്നെ സ്നേഹിക്കുന്ന ഒരു പുരുഷനാണ് തൻ്റെ അരികിൽ കിടക്കുന്നത്. പക്ഷേ ആ സ്നേഹം തന്നെയാണ് ഇപ്പോൾ അവൻ്റെ ജീവന് തടസ്സമായി നിൽക്കുന്നതും. നേരിട്ട് പറഞ്ഞാൽ അവൻ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവനെ രക്ഷിക്കാൻ ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. അവൻ്റെ മുന്നിൽ താൻ ഒരു അപരിചിതയായി മാറി അവന് ജീവൻ പകരുക. അല്ലാതെ അവൻ്റെ ജീവൻ വെച്ച് മറ്റൊരു റിസ്ക് എടുക്കാൻ അവൾക്ക് കഴിയില്ലായിരുന്നു.
എങ്ങനെയെങ്കിലും അവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന ഒരൊറ്റ ആഗ്രഹം മാത്രമേ ആ നിമിഷം അവളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പിറ്റേ ദിവസം അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനെന്ന വ്യാജേന അവൾ വീട്ടിൽ നിന്നിറങ്ങി. നേരെ ചെന്നത് ഡോക്ടർ ഹരീന്ദ്രൻ്റെ അടുത്തേക്കാണ്. അവൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഡോക്ടർക്ക് അത്ഭുതമാണ് തോന്നിയത്. എന്നാൽ അവളുടെ ഉറച്ച തീരുമാനത്തിന് മുന്നിൽ അദ്ദേഹം പരിശോധനകൾക്ക് സമ്മതിച്ചു. ശ്യാമോ അവൻ്റെ അമ്മയോ അറിയാതെ അടുത്ത 3 ദിവസങ്ങളിലായി അനു പലതരം പരിശോധനകൾക്ക് വിധേയയായി. ക്രോസ് മാച്ചിങ്ങും HLA ടൈപ്പിങ്ങുമെല്ലാം പ്രതീക്ഷിച്ചതിലും മികച്ച രീതിയിൽ പൊരുത്തപ്പെട്ടു. റിപ്പോർട്ടുകളെല്ലാം തികച്ചും പെർഫെക്റ്റാണ് അനുപമ. പക്ഷേ ശ്യാമിനോട് പറയാതെ ഇതെങ്ങനെ ചെയ്യും? ഡോക്ടർ ആശങ്കയോടെ ചോദിച്ചു. അവൾ ഒട്ടും പതരാതെ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എങ്ങനെയെങ്കിലും ഡോക്ടർ എന്നെ സഹായിക്കണം. ഒരു ജീവകാരുണ്യ ട്രസ്റ്റ് വഴി കിട്ടിയ അജ്ഞാതനായ ഒരു ഡോണറുടെ കിഡ്നിയാണെന്ന് ശ്യാമേട്ടനെ അറിയിച്ചാൽ മതി. എൻ്റെ സർജറിയും ആരും അറിയാതെ ഇതേ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ചെയ്യണം. എൻ്റെ ഭാഗത്തു നിന്നുള്ള നിയമപരമായ എല്ലാ രേഖകളിലും ഞാൻ ഒപ്പിട്ടു തരാം. എൻ്റെ അച്ഛനമ്മമാർ പണ്ടേ മരിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ തടസ്സങ്ങളൊന്നുമില്ല. തീരുമാനിച്ചുറപ്പിച്ചു തന്നെയാണ് അവൾ വന്നിരിക്കുന്നതെന്ന് അവളുടെ വാക്കുകളിൽ നിന്ന് ഡോക്ടർക്ക് മനസ്സിലായി. ഭർത്താവിനെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ അത്ഭുതത്തോടെ നോക്കി അദ്ദേഹം പറഞ്ഞു. തന്നെപ്പോലൊരു ഭാര്യയെ കിട്ടിയതാണ് ശ്യാം ചെയ്ത ഏറ്റവും വലിയ ഭാഗ്യം. ഡോക്ടറുടെ ആ വാക്കുകൾ കേട്ട് അവൾ അദ്ദേഹത്തെ നോക്കി വെറുതെയൊന്ന് ചിരിച്ചെന്നു വരുത്തി. ഇതിനിടയിലാണ് ശ്യാമിന് സുഖമില്ലെന്നറിഞ്ഞ് അവൻ്റെ കമ്പനിയിലെ സീനിയർ മാനേജർ ദേവിക വീട്ടിലെത്തുന്നത്. ഓഫീസിൽ അത്യാവശ്യം സ്വാധീനമുള്ള ദേവിക ശ്യാമിൻ്റെ ലീവ് കാര്യങ്ങളും ഇൻഷുറൻസ് ക്ലെയിമുകളുമെല്ലാം വേഗത്തിലാക്കാൻ മുന്നിൽ തന്നെ നിന്നിരുന്നു. ഹോസ്പിറ്റൽ ട്രസ്റ്റുകളുമായി താൻ സംസാരിക്കുന്നുണ്ടെന്ന് ദേവിക വെറുതെ പറഞ്ഞതായിരുന്നു. എന്നാൽ ദേവിക ഇടപെട്ടതുകൊണ്ടാണ് തനിക്കൊരു ഡോണറെ ലഭിച്ചതെന്ന് ശ്യാം വിശ്വസിച്ചു. ശ്യാം മാത്രമല്ല, അവൻ്റെ അമ്മയും. ഓപ്പറേഷനുള്ള ഒരുക്കങ്ങളെല്ലാം വേഗത്തിൽ മുന്നോട്ടു പോയി. അടുത്ത തിങ്കളാഴ്ചയാണ് സർജറി തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഡോണറായി അഡ്മിറ്റാകാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടത് അനുവിന് അത്യാവശ്യമായി വന്നു. ഒടുവിൽ തറവാട്ട് സ്വത്ത് ഭാഗം വെക്കുന്ന കാര്യം പറഞ്ഞ് കുറച്ചു ദിവസത്തേക്ക് നാട്ടിലേക്ക് പോകാൻ അവൾ തീരുമാനിച്ചു. ഈ സമയത്ത് തന്നെ നീ നാട്ടിൽ പോകണോ അനു? ശ്യാമിൻ്റെ അമ്മ വിഷമത്തോടെ ചോദിച്ചു. സർജറി ഇത്രയടുത്ത് നിൽക്കുന്ന സമയത്ത് അവൾ കൂടെയില്ലാത്തത് ശ്യാമിനും സഹിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. അങ്ങനെയല്ല അമ്മേ, ആ സ്ഥലം വിറ്റ് കിട്ടുന്ന പണം ഏട്ടൻ്റെ സർജറിക്കും ശേഷമുള്ള ചെലവുകൾക്കും വലിയൊരു സഹായമാകും. ഞാനിപ്പോൾ പോയില്ലെങ്കിൽ അച്ഛനും അമ്മയും ഇല്ലാത്ത തക്കം നോക്കി ബന്ധുക്കൾ എൻ്റെ വിഹിതം കൂടി തട്ടിയെടുക്കും. ഇപ്പോൾ ഈ പണം കിട്ടിയാൽ നമുക്കത് വലിയൊരു ഉപകാരമല്ലേ? ആരും സംശയിക്കാത്ത വിധം അവൾ പറഞ്ഞൊപ്പിച്ചു. പണത്തിൻ്റെ കാര്യം പിന്നീട് എന്തെങ്കിലും പറഞ്ഞ് ശരിയാക്കാമെന്നായിരുന്നു അവളുടെ മനസ്സിൽ. അവളുടെ ഓപ്പറേഷന് വേണ്ട പണം അവളുടെ കൂട്ടുകാരിയുടെ ഗോൾഡ് പണയം വെച്ച് അവൾ ആദ്യമേ ശരിയാക്കി വെച്ചിരുന്നു. ഒടുവിൽ പലതും പറഞ്ഞ് അവൾ ശ്യാമിനെയും അമ്മയെയും ഒരുവിധം സമ്മതിപ്പിച്ചു. ശരി, നീ സൂക്ഷിച്ചു പോയിട്ട് വാ അനു. എന്നാലും തിങ്കളാഴ്ചയല്ലേ സർജറി? അതിനു മുൻപ് നീ എങ്ങനെയെങ്കിലും തിരിച്ചെത്താൻ നോക്കണം, ശ്യാം പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചെത്താൻ നോക്കാം ഏട്ടാ. ഞാനിവിടെ ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ കൃത്യമായി നടക്കുമല്ലോ. അവൻ്റെ മുഖത്തേക്ക് നോക്കി പറയുമ്പോൾ അവളുടെ ഉള്ളു വല്ലാതെ പിടയുന്നുണ്ടായിരുന്നു. എങ്കിലും താൻ ഇവിടെ നിന്ന് മാറി നിൽക്കാതെ ഈ ഓപ്പറേഷൻ നടക്കില്ലെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. ഇത് പെട്ടെന്നായി പോയതുകൊണ്ടാണ് ഏട്ടാ, ഇല്ലെങ്കിൽ ഞാൻ പോവില്ലായിരുന്നു. ഓപ്പറേഷന് 2 ദിവസം മുൻപ് യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ ഉള്ളിലെ പിടച്ചിൽ പുറത്തു കാണിക്കാതെ അവൾ പറഞ്ഞു. എന്തായാലും ദേവിക മാഡം ഡോണറെ ശരിയാക്കി തന്നല്ലോ, അത് തന്നെ വലിയ സമാധാനം. ശ്യാമും അമ്മയും ഒരുപോലെ പറയുമ്പോൾ അവൾ അതിന് വെറുതെയൊന്ന് ചിരിച്ചതേയുള്ളൂ. തിങ്കളാഴ്ച പുലർച്ചെ ആശുപത്രിയിലെത്തിയ അനു B ബ്ലോക്കിൽ അഡ്മിറ്റായി സർജറിക്ക് വിധേയയായി. ആ ബ്ലോക്കിൽ തന്നെയായിരുന്നു ശ്യാമിൻ്റെ ഓപ്പറേഷനും. അനസ്തേഷ്യയുടെ മയക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ വയറിൻ്റെ ഇടതുഭാഗത്ത് അവൾക്ക് കഠിനമായ വേദന തോന്നി. ഏട്ടൻ, ശ്യാമേട്ടൻ്റെ സർജറി കഴിഞ്ഞോ? അവൾ അതാണ് ആദ്യം ചോദിച്ചത്. കഴിഞ്ഞു, പേഷ്യൻ്റ് സേഫാണ്. പുതിയ കിഡ്നി നന്നായി പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്.
ആശ്വാസത്തോടെ നേഴ്സ് പറഞ്ഞ ആ വാക്കുകൾ കേട്ട നിമിഷം അനുവിൻ്റെ ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. ഇതിനിടയിൽ ശ്യാം വിളിച്ചപ്പോഴൊക്കെ നാട്ടിൽ സ്വത്തിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളാണെന്നായിരുന്നു അവൾ പറഞ്ഞിരുന്നത്. പണ്ടേ അവളുടെ ബന്ധുക്കളുടെ സ്വാർത്ഥത അറിയാവുന്നതുകൊണ്ട് തന്നെ. എന്നാൽ പിന്നെ അതവിടെ ഉപേക്ഷിച്ച് നീ വേഗം ഇങ്ങു പോര് അനു എന്ന് അവൻ പറഞ്ഞതുമാണ്. എന്നാൽ കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയാക്കിയിട്ട് വേഗം വരാമെന്ന് പറഞ്ഞ് അവൾ ഫോൺ വെക്കുകയായിരുന്നു. 4-ാം ദിവസം അവൾ വാർഡിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി. മുറിവുകൾ ഡ്രസ് ചെയ്ത് ഒരു അയഞ്ഞ കോട്ടൺ ചുരിദാറുമിട്ട് അവൾ പതുക്കെ ശ്യാം കിടക്കുന്ന മുറിയിലേക്ക് നടന്നു. വയറിലെ തുന്നലുകൾ വലിഞ്ഞു പൊട്ടാതിരിക്കാൻ ഒരു കൈ വയറോട് ചേർത്ത് വെച്ചാണ് അവൾ ഓരോ ചുവടും വെച്ചത്. ഓരോ കാൽവെപ്പിലും ശരീരത്തിൽ കഠിനമായ വേദന നീറി പടരുന്നുണ്ടായിരുന്നു. ശ്യാമിൻ്റെ മുറിയുടെ മുന്നിലെത്തിയപ്പോൾ അവൾ ഒരു നിമിഷം നിന്നു. പകുതി തുറന്നു കിടക്കുന്ന വാതിലിലൂടെ അകത്തുനിന്നുള്ള കളിച്ചിരികൾ അവളുടെ കാതുകളിൽ പതിച്ചു. അകത്തേക്ക് കടക്കാതെ വാതിലിൻ്റെ വിടവിലൂടെ അവൾ നോക്കി. ബെഡിലിരിക്കുന്ന ശ്യാമിൻ്റെ മുഖത്ത് പഴയതിലും കൂടുതൽ ഉന്മേഷം കാണാമായിരുന്നു. അവന് ആപ്പിൾ മുറിച്ചു നൽകിക്കൊണ്ട് അവനരികിൽ തന്നെ ദേവിക ഇരിപ്പുണ്ട്. ശ്യാമിൻ്റെ അമ്മയും വാത്സല്യത്തോടെ അവർക്കരികിലുണ്ട്. ദേവിക മോളാണ് ദൈവത്തെപ്പോലെ വന്ന് ഞങ്ങളെ സഹായിച്ചത്. ആ ട്രസ്റ്റിൽ മോൾ ഇത്രയധികം സ്വാധീനം ചെലുത്തിയില്ലായിരുന്നെങ്കിൽ എൻ്റെ മോൻ്റെ കാര്യം എന്താകുമായിരുന്നു? കണ്ണു നിറഞ്ഞുകൊണ്ട് അമ്മ പറയുന്നത് കേട്ട് ദേവികയുടെ ഉള്ളിലൊരു കള്ളച്ചിരി വിരിഞ്ഞു. അതൊന്നും സാരമില്ല അമ്മേ. ശ്യാമിനെ രക്ഷിക്കേണ്ടത് എൻ്റെ കൂടെ ഉത്തരവാദിത്തമല്ലേ? ഞങ്ങളുടെ ഓഫീസിലെ തന്നെ ഏറ്റവും നല്ലൊരു സ്റ്റാഫാണ് അവൻ. അതിലുപരി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും. കപട വിനയത്തോടെ ദേവിക പറഞ്ഞു. ഇതെല്ലാം കേട്ടുനിന്ന അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ശരീരത്തിലെ വേദനയ്ക്കൊപ്പം മനസ്സിൻ്റെ നീറ്റലും താങ്ങാനാവാതെ അവൾ വരാന്തയിലെ ചുമരിലേക്ക് ചാരി തളർന്നു നിന്നു. ആരിൽ നിന്നും ഒരു നന്ദിവാക്കോ പ്രശംസയോ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. തൻ്റെ ശ്യാമിന് ആയുസ്സുണ്ടാവണം. അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. ഇനിയുള്ള കാലം ഒന്നിച്ചു ജീവിക്കണം. അതൊന്നു മാത്രമായിരുന്നു അവളുടെ ഉള്ളിൽ. എങ്കിലും ശരീരത്തിലെ മുറിപ്പാടുകൾ വിങ്ങിപ്പുകയുമ്പോൾ അകത്തുനിന്ന് കേൾക്കുന്ന ആ കള്ളത്തരങ്ങൾ അവളുടെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കുന്നുണ്ടായിരുന്നു. റൗണ്ട്സിനായി അങ്ങോട്ട് വന്ന ഡോക്ടർ ഹരീന്ദ്രൻ പെട്ടെന്നാണ് ആ കാഴ്ച കണ്ടത്. വരാന്തയിലെ ചുമരിൽ ചാരി വല്ലാത്തൊരു നിസ്സഹായതയോടെ നിൽക്കുന്ന അനു. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ സ്വന്തം മകളോടെന്ന പോലൊരു വാത്സല്യം അദ്ദേഹത്തിന് അവളോട് തോന്നിയിരുന്നു. മാതാപിതാക്കളില്ലാത്ത ഒരു പെൺകുട്ടിയാണെന്ന തിരിച്ചറിവ് ആ സ്നേഹം ഇരട്ടിയാക്കുകയും ചെയ്തു. അദ്ദേഹം വേഗം അവളുടെ അടുത്തേക്ക് ചെന്നു. എന്താ മോളെ ഇവിടെ നിൽക്കുന്നത്? എന്തെങ്കിലും വയ്യായ്ക തോന്നുന്നുണ്ടോ? ഡോക്ടർ ആദിയോടെ ചോദിച്ചു. ഏയ് ഇല്ല ഡോക്ടർ, കുഴപ്പമൊന്നുമില്ല. കണ്ണീർ പുറത്തു ചാടാതിരിക്കാൻ അവൾ പാടുപെട്ടു. പിന്നെന്താ ഇവിടെ? അകത്തേക്ക് കയറിയില്ലേ? ശ്യാമിനെ കണ്ടില്ലേ? ഡോക്ടർ വീണ്ടും ചോദിച്ചു. ഇല്ല, ഞാൻ ഏട്ടനെ കാണാൻ വേണ്ടി വന്നതായിരുന്നു. അടഞ്ഞു കിടക്കുന്ന വാതിലിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പതുക്കെ പറഞ്ഞു. അവളുടെ മുഖഭാവം കണ്ട് ഡോക്ടറുടെ കണ്ണുകൾ സംശയത്തോടെ ചുരുങ്ങി. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഒന്നുമില്ല ഡോക്ടർ. ചുണ്ടിലൊരു പുഞ്ചിരി വരുത്തി തീർക്കാൻ അവൾ വെറുതെ ശ്രമിച്ചു. ആ സമയത്താണ് മുറിക്കുള്ളിൽ നിന്നുള്ള സംസാരം ഡോക്ടറുടെ കാതിലുമെത്തിയത്. അവർ അത്യാവശ്യം ഉറക്കെ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ പുറത്തേക്ക് കേൾക്കാമായിരുന്നു. എന്നാൽ അവളും ഡോക്ടറും വാതിൽക്കൽ നിന്നും മാറി നിന്ന് കുറച്ച് പതിയെ സംസാരിച്ചതുകൊണ്ട് മുറിക്കുള്ളിലേക്ക് അവരുടെ സംസാരം കേട്ടതുമില്ല. ട്രസ്റ്റ് വഴി ഡോണറെ ഒപ്പിച്ചു നൽകിയതിന് ദേവികയോട് നന്ദി പറയുന്ന അമ്മയുടെയും ശ്യാമിൻ്റെയും വാക്കുകൾ അദ്ദേഹം വ്യക്തമായി കേട്ടു. ഡോക്ടർ ഞെട്ടലോടെ അനുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ആരാ ഈ ദേവിക? അത് ഏട്ടൻ്റെ ഓഫീസിലെ മാനേജറാണ്. അവൾ തല താഴ്ത്തി പറഞ്ഞു. അവരാണ് ഡോണറെ ശരിയാക്കി തന്നതെന്നാണോ ശ്യാമും അമ്മയും ധരിച്ചു വച്ചിരിക്കുന്നത്? ഡോക്ടറുടെ ശബ്ദത്തിൽ അമ്പരപ്പും നേരിയ രോഷവും കലർന്നിരുന്നു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഡോക്ടർ. അവരായിട്ട് അങ്ങനെ വിചാരിച്ചതാണ്. അല്ലെന്ന് പറയാൻ എനിക്ക് കഴിയില്ലല്ലോ. തൊണ്ടയിടറി അവൾ പറഞ്ഞു നിർത്തി. എന്തിനാ മോളെ നീ ഇതൊക്കെ ഒറ്റയ്ക്ക് സഹിക്കുന്നത്? ഞാൻ ചെന്ന് ശ്യാമിനോടും അമ്മയോടും സത്യം പറയാം. നീയാണ് ഇത്രയും വലിയൊരു ത്യാഗം ചെയ്തതെന്ന് അവരറിയണ്ടേ? ഇനിയിപ്പോൾ ഇതറിഞ്ഞാലും ശ്യാമിനൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞില്ലേ? അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഡോക്ടർ പറഞ്ഞു.
അനു പെട്ടെന്ന് ഡോക്ടറുടെ കൈകളിൽ മുറുക്കെ പിടിച്ചു, സ്വന്തം അച്ഛൻ്റെ കയ്യിൽ പിടിക്കുന്നത് പോലെ. ഡോക്ടർക്കും അവളുടെ ഉള്ളിലെന്താണെന്ന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വാത്സല്യത്തോടെ അവളുടെ കൈകളിൽ തട്ടി. വേണ്ട ഡോക്ടർ, ഏട്ടനോടിപ്പോൾ ഒന്നും പറയരുത്. ഞാൻ തന്നെയാണ് കിഡ്നി തന്നതെന്നറിഞ്ഞാൽ ഏട്ടന് സങ്കടവും ദേഷ്യവും വരും. ഈ കാര്യം ആദ്യമായി പറഞ്ഞപ്പോൾ തന്നെ എന്നെ ഒരുപാട് വിലക്കിയതാണ്. ഞാനിങ്ങനെ ചെയ്താൽ എൻ്റെ മുഖത്ത് നോക്കി ജീവിക്കാൻ പോലും കഴിയില്ലെന്നാണ് ഏട്ടൻ പറഞ്ഞത്. അത് വേറെ ഒന്നും കൊണ്ടല്ല ഡോക്ടർ, എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. നാളെ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നൊക്കെയായിരുന്നു ഏട്ടൻ്റെ പേടി. പക്ഷേ ഏട്ടൻ കൂടെ ഉണ്ടെങ്കിലല്ലേ കുഞ്ഞും ബാക്കി ജീവിതവുമൊക്കെയുള്ളൂ. അതൊന്നും ഏട്ടൻ ചിന്തിച്ചതേയില്ല. ഇപ്പോൾ ഇതറിഞ്ഞാൽ ഏട്ടൻ ഇത് എൻ്റെ ഒരു ഔദാര്യമായി കരുതും. എൻ്റെ വേദനയോർത്ത് ആ മുഖത്തെ സന്തോഷം മുഴുവൻ മാഞ്ഞു പോകും. എനിക്കൊരു നന്ദിയും പ്രശംസയും ഒന്നും വേണ്ട ഡോക്ടർ. ഞങ്ങൾക്കൊന്ന് സന്തോഷത്തോടെ ജീവിച്ചാൽ മാത്രം മതി. അത്രയും പറഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ശരി, ഞാൻ ആരോടും ഒന്നും പറയുന്നില്ല. പക്ഷേ ശ്യാമിൻ്റെ ആരോഗ്യം പോലെ തന്നെ കിഡ്നി തന്ന നിന്റെ ആരോഗ്യവും പ്രധാനമാണ്. ഒരു കാരണവശാലും ഇൻഫെക്ഷൻ വരാതെ നോക്കണം. പിന്നെ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊന്നും മറക്കരുത്. ഡോക്ടർ അവളെ ഓർമ്മിപ്പിച്ചതും അവൾ അനുസരണയോടെ തലയാട്ടി. റൗണ്ട്സ് ഉണ്ട്, എന്നാൽ ഞാൻ ചെല്ലട്ടെ. സമയമാവുമ്പോൾ മുറിയിലേക്ക് വരാം. എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം കേട്ടോ. മടിയൊന്നും വിചാരിക്കരുത്. സ്നേഹത്തോടെ അതും പറഞ്ഞ് ഡോക്ടർ മുന്നോട്ട് നടന്നു. അദ്ദേഹം നടന്നു പോകുന്നത് നോക്കി നിന്ന് നിറഞ്ഞ കണ്ണുകൾ അവൾ കൈത്തണ്ട കൊണ്ട് അമർത്തി തുടച്ചു. ശേഷം അവൾ പതിയെ ആ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. വാതിൽ തുറന്ന് അകത്തേക്ക് വരുന്ന അനുവിനെ കണ്ടതും ശ്യാമിൻ്റെ മുഖം വിടർന്നു. അനു, നീ എപ്പോഴാ വന്നത്? വരുന്ന കാര്യം പറഞ്ഞതേയില്ലല്ലോ. നാട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ? ശ്യാം തിടുക്കത്തിൽ ചോദിച്ചു. ഇല്ല ഏട്ടാ, കാര്യങ്ങളൊക്കെ ശരിയായി വരുന്നതേയുള്ളൂ. ഏട്ടനെ കാണാനുള്ള ധൃതി കൊണ്ട് ഞാൻ പെട്ടെന്ന് പോന്നതാണ്. ഏട്ടനൊന്ന് സുഖമായി കഴിഞ്ഞ് എനിക്ക് ഒന്നുകൂടി അങ്ങോട്ട് പോകേണ്ടി വരും, അവൾ പറഞ്ഞു. കാര്യങ്ങളെല്ലാം ശരിയായെന്ന് പറഞ്ഞാൽ പണം എവിടെയെന്ന് ചോദ്യം വരും. അങ്ങനെ ചോദിച്ചാൽ എന്തു പറയുമെന്നൊരു പേടി അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. ആ, നീ എന്തായാലും ഇരിക്കി. മാഡം, ഇതാണ് എൻ്റെ ഭാര്യ അനു. അവൻ ദേവികയ്ക്ക് അനുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അമ്മയും അനുവിനെ നോക്കി സ്നേഹത്തോടെ പുഞ്ചിരിച്ചു. മോളെ, ചായയൊക്കെ കുടിച്ചിട്ടാണോ വന്നത്? അമ്മ തിരക്കി. അവൾ പതിയെ തലയാട്ടി. ഇപ്പോഴെങ്ങനെയുണ്ട് ഏട്ടാ? വേദനയൊക്കെ കുറവുണ്ടോ? ഉള്ളിലെ നീറ്റൽ പുറത്തു കാണിക്കാതെ അവൾ ചോദിച്ചു. ഇപ്പോൾ വലിയ കുഴപ്പമില്ല അനു, സുഖമായി വരുന്നുണ്ട്. പണ്ടത്തെ പോലെ വേദനയൊന്നുമില്ല. ഇൻഫെക്ഷൻ ഒന്നും വരാതെ നോക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനിയെല്ലാം പെട്ടെന്ന് ശരിയാകും. ഭാഗ്യത്തിന് ദേവിക മാഡം ഇടപെട്ടതുകൊണ്ട് നല്ലൊരു ഡോണറെ തന്നെ കിട്ടിയില്ലേ. കിഡ്നി എൻ്റെ ശരീരവുമായി പെട്ടെന്ന് പൊരുത്തപ്പെട്ടെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. എന്നാലും ഈ സമയത്തൊന്നും നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊരു വിഷമം എനിക്കുണ്ട്, ശ്യാം പറഞ്ഞു. പുതുജീവിതം തിരിച്ചു കിട്ടിയതിൻ്റെ വലിയൊരു ആവേശം ശ്യാമിൻ്റെ വാക്കുകളിലുണ്ടായിരുന്നു. ഒപ്പം ഏറ്റവും നിർണായകമായ ആ സമയത്ത് അവൾ ഒപ്പമുണ്ടായിരുന്നില്ലെന്ന ചെറിയൊരു പരിഭവവും. അവളൊന്നും തിരിച്ചു പറഞ്ഞില്ല. അവനെ നോക്കി വെറുതെ ഒന്ന് ചിരിച്ചെന്നു വരുത്തി. ഉള്ളുപിടയുന്ന ഒരു നോവു നിറഞ്ഞ പുഞ്ചിരി. അവൾ ദേവികയെ നോക്കിയപ്പോഴും ചുണ്ടിലൊരു പുഞ്ചിരി ബാക്കിയുണ്ടായിരുന്നു. ദേവികയും അനുവിനു നേരെ മനോഹരമായി തന്നെ ചിരിച്ചു. എന്നാൽ ആ ചിരിക്ക് പിന്നിൽ തന്ത്രപരമായ പലതും ദേവിക ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ദേവികയോടുള്ള ശ്യാമിൻ്റെയും അമ്മയുടെയും അളവറ്റ നന്ദി പ്രകടനങ്ങൾക്ക് നടുവിൽ സ്വന്തം ജീവൻ പകുത്തു നൽകിയിട്ടും താനൊരു അപരിചിതയായി മാറി നിൽക്കുകയാണല്ലോ എന്ന ചിന്ത അനുവിൻ്റെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി ശ്യാം വീട്ടിലെത്തിയതോടെ ആ വീടിൻ്റെ അന്തരീക്ഷം പൂർണ്ണമായും മാറിമറിഞ്ഞു. ശ്യാമിനുള്ള ഭക്ഷണം പ്രത്യേകമായി തന്നെ തയ്യാറാക്കണം. എണ്ണയും ഉപ്പും കുറഞ്ഞ പച്ചക്കറികൾ, തിളപ്പിച്ചാറ്റിയ വെള്ളം, കൃത്യസമയത്ത് നൽകേണ്ട മരുന്നുകൾ. സ്വന്തം ശരീരത്തിലെ തുന്നലുകൾ ഉണങ്ങാത്ത അവസ്ഥയിലും അനു അതെല്ലാം കൃത്യമായി തന്നെ ചെയ്തു പോന്നു. എന്നാൽ ശ്യാമിനെപ്പോലെ തന്നെ ഈ പരിചരണങ്ങളെല്ലാം അവൾക്കും ആവശ്യമായിരുന്നു. പക്ഷേ അവൾക്കായി അതൊന്നും ചെയ്തു നൽകാൻ അവിടെ ആരുമുണ്ടായിരുന്നില്ല.
അതിലവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവളാണ് അവന് കിഡ്നി നൽകിയതെന്നും ഈ വിശ്രമം അവൾക്കും അത്യാവശ്യമാണെന്നും അവരറിഞ്ഞിരുന്നില്ലല്ലോ. ആരോടും ഒരു പരിഭവവും കാട്ടാതെ തനിക്ക് കഴിയുന്നതുപോലെ അവൾ സ്വയം ശ്രദ്ധിക്കാൻ ശ്രമിച്ചു. എങ്കിലും വീട്ടുജോലികളിലൊന്നും അവൾ ഒരു കുറവും വരുത്തിയില്ല. അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ അടിവയറ്റിൽ കൊളുത്തിപ്പിടിക്കുന്ന വല്ലാത്തൊരു ഭാരവും വേദനയും അവൾക്ക് അനുഭവപ്പെടുമായിരുന്നു. കട്ടിലിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റ് നിൽക്കാൻ തന്നെ പലപ്പോഴും 10 മിനിറ്റോളമെങ്കിലും സമയമെടുക്കും. എന്നിട്ടും ആ വേദന അവൾ ഉള്ളിലൊതുക്കി. പുലർച്ചെ നല്ല ഉറക്കത്തിലായിരുന്നതുകൊണ്ട് ശ്യാം ഇതൊന്നും അറിഞ്ഞതുമില്ല. അല്ലെങ്കിലും ഇത്ര വലിയൊരു സത്യം അവൾ തുറന്നു പറയാതെ അവരെങ്ങനെ അറിയാനാണ്? ഒരു ദിവസം രാവിലെ അടുക്കളയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ അവളുടെ കൈ വിറച്ച് ഒരു പാത്രം നിലത്തേക്ക് വീണു. വലിയൊരു ശബ്ദത്തോടെ അത് താഴെ പതിച്ചതും അമ്മ പരിഭ്രമത്തോടെ അങ്ങോട്ടേക്ക് ഓടി വന്നു. "എന്താ അനു ഇത്? വന്ന് നിനക്ക് ഈ ഇടയായിട്ട് ഒട്ടും ശ്രദ്ധയില്ലാതെയായി. ശ്യാമിന് മരുന്ന് കൊടുക്കേണ്ട സമയമായി. നീ ഇവിടെ പാത്രവും തറയിലിട്ട് കളിച്ചു നിൽക്കുന്നു. നാട്ടിൽ പോയി വന്നതിനു ശേഷം നിനക്ക് ഭയങ്കര മടിയാണ്," അമ്മ അതൃപ്തിയോടെ പറഞ്ഞു. അമ്മയെ നോക്കിയൊന്ന് ചിരിക്കാൻ ശ്രമിച്ച് കടിച്ചമർത്തിയ വേദനയോടെ അവൾ കുനിഞ്ഞ് ആ പാത്രമെടുക്കാൻ നോക്കി. പെട്ടെന്നാണ് അടിവയറ്റിൽ കൊളുത്തിപ്പിടിക്കുന്ന വല്ലാത്തൊരു വേദന ഉയർന്നത്. അത് താങ്ങാനാവാതെ അവൾ നിലത്തേക്ക് തന്നെ ഇരുന്നു പോയി. അതുകണ്ട് അമ്മ സംശയത്തോടെ അവളെ നോക്കി. എന്തു പറ്റി?" "അത് എനിക്ക് ചെറിയൊരു ക്ഷീണം പോലെ അമ്മേ," കിതച്ചുകൊണ്ട് അവൾ പറഞ്ഞു. കുറച്ചു ദിവസങ്ങളായി അവൾക്ക് എന്തോ വല്ലാത്തൊരു തളർച്ച തോന്നിയിരുന്നു. എന്നാൽ പനിയോ മറ്റു രോഗലക്ഷണങ്ങളോ ഇല്ലായിരുന്നു താനും. "എന്ത് ക്ഷീണം? ശ്യാമിനല്ലേ വലിയൊരു സർജറി കഴിഞ്ഞത്? അവനെ നോക്കേണ്ട സമയത്ത് നീ ഇങ്ങനെ തളർന്നിരുന്നാൽ എങ്ങനെയുണ്ടാവും? നീ ചെറുപ്പമല്ലേ മോളെ, കുറച്ചുകൂടി ഉഷാറാവണം. വെറുതെ ഇരുന്ന് മടി പിടിക്കുമ്പോൾ തോന്നുന്നതാ ഈ വയ്യായ്കയൊക്കെ," അമ്മ പറഞ്ഞുകൊണ്ട് അടുപ്പിനരികിലേക്ക് നടന്നു. അനു ചുമരിൽ താങ്ങിപ്പിടിച്ച് വളരെ പണിപ്പെട്ട് എഴുന്നേറ്റു. അടുപ്പിന് നേരെ തിരിഞ്ഞു നിന്ന അമ്മ അവളുടെ ഈ പ്രയാസമൊന്നും കണ്ടതുമില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സ്വന്തം ശരീരത്തിൽ ഒരു കിഡ്നി മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നും മറ്റൊന്ന് അമ്മയുടെ മകന്റെ ജീവൻ നിലനിർത്താൻ അവൻ്റെ ഉള്ളിൽ തുടിക്കുകയാണെന്നും ഉറക്കെ വിളിച്ചു പറയാൻ അവളുടെ മനസ്സ് ഒരു നിമിഷം വെമ്പി. പക്ഷേ പാടില്ല. അവൾ സ്വയം അടക്കി. ആഴ്ചകൾ വേഗത്തിൽ കടന്നുപോയി. ശ്യാം വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ തുടങ്ങി. ദേവിക മിക്ക ദിവസങ്ങളിലും അവനെ വിളിക്കുകയും പുതിയ പ്രൊജക്റ്റുകളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്കുള്ള കറികൾ വെക്കുന്ന തിരക്കിലായിരുന്നു അനു. ആ സമയത്താണ് ശ്യാം അടുക്കളയിലേക്ക് വന്നത്. പിന്നിൽ കാലനക്കം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. "എന്താ ഏട്ടാ, എന്തെങ്കിലും വേണമായിരുന്നോ?" തനിക്ക് പിറകിൽ വന്നു നിൽക്കുന്ന ശ്യാമിനെ കണ്ട് അവൾ ചോദിച്ചു. "അനു, ഇന്ന് വൈകുന്നേരം ഓഫീസിൽ നിന്ന് കുറച്ചു പേർ വരുന്നുണ്ട്. ദേവിക മേഡവുമുണ്ട്. പായസമടക്കം നല്ലൊരു ഭക്ഷണം തന്നെ തയ്യാറാക്കണം," ശ്യാം പറഞ്ഞു. അതുകേട്ട് അവൾ അവനെ ആശങ്കയോടെ നോക്കി. പുറത്തു നിന്നുള്ള ആളുകളുമായി അധികം സമ്പർക്കമുണ്ടാകരുതെന്നും ഇൻഫെക്ഷൻ വരാതെ സൂക്ഷിക്കണമെന്നും ഡോക്ടർ കർശനമായി പറഞ്ഞിരുന്നതാണ് അവളുടെ ഉള്ളിലേക്ക് ഓടിയെത്തിയത്. "ഏട്ടാ, പുറത്തു നിന്നുള്ള ആളുകൾ ഇപ്പോൾ വീട്ടിലേക്ക് വരുന്നത് അത്ര നല്ലതാണോ? ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ടെന്ന് അന്ന് ഡോക്ടർ പറഞ്ഞത് ഓർമ്മയില്ലേ?" അവൾ ചോദിച്ചു. അവൾ ചോദിച്ചതും ശ്യാമിൻ്റെ മുഖം മാറി. "അനു, അവരെന്നെ കാണാൻ മാത്രമല്ല വരുന്നത്. ജോലിയുടെ ചില അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കാൻ കൂടിയാണ്. പിന്നെ ദേവിക മേഡം അന്ന് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നീ ജീവനോടെ നിങ്ങളുടെ മുമ്പിലുണ്ടാവില്ലായിരുന്നുവെന്ന് നിനക്കറിയില്ലേ? നീ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് തടസ്സമുണ്ടാക്കല്ലേ." അവൻ്റെ ആ വാക്കുകൾ ഒരു തീക്കനൽ പോലെ അവളുടെ നെഞ്ചിലേക്ക് വീണു പൊള്ളി. ഉള്ളിലെ നീറ്റൽ പുറത്തു കാണിക്കാതെ അവൾ ഒന്നും മിണ്ടിയില്ല. "ശരി, ഞാനൊക്കെ ഉണ്ടാക്കിക്കോളാം," അവൾ തല താഴ്ത്തി പറഞ്ഞു. അന്ന് അവൾക്ക് ഏറെ നേരം അടുക്കളയിൽ തന്നെ നിൽക്കേണ്ടി വന്നു. ചിക്കനും മീനും പായസവുമടക്കം ഒരുപാട് വിഭവങ്ങൾ അവൾ തയ്യാറാക്കി. അമ്മ കൂടെയുണ്ടായിരുന്നെങ്കിലും തനിക്കും ശ്യാമിനെപ്പോലെ തന്നെ വിശ്രമം അത്യാവശ്യമാണെന്ന സത്യം ആർക്കും അറിയില്ലായിരുന്നതുകൊണ്ട് എല്ലാ അധ്വാനങ്ങളും അവൾക്ക് തന്നെ ഒറ്റയ്ക്ക് ചുമക്കേണ്ടി വന്നു. വൈകുന്നേരത്തോടെ ദേവികയും മറ്റ് 4 സഹപ്രവർത്തകരും വീട്ടിലെത്തി. അവർ വന്നതോടെ വീടാകെ സംസാരങ്ങളും പൊട്ടിച്ചിരികളും കൊണ്ട് നിറഞ്ഞു. ശ്യാം വളരെ സന്തോഷവാനായിരുന്നു.
കുറച്ചുനേരം വിശേഷങ്ങളൊക്കെ പങ്കുവച്ച ശേഷം അവർ പുതിയ പ്രൊജക്റ്റിൻ്റെ പ്രസൻറ്റേഷനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ശ്യാമിൻ്റെ മുഖത്തെ തെളിച്ചം കണ്ട് അമ്മയ്ക്കും വല്ലാത്ത സന്തോഷം തോന്നി. അനു അടുക്കളയിൽ നിന്ന് ചായയും പലഹാരങ്ങളുമായി ഹാളിലേക്ക് വന്നു. പലഹാര പ്ലേറ്റ് എടുത്തു വെക്കാൻ അമ്മയും അവൾക്കൊപ്പം കൂടി. താങ്ക് യു അനുപമ. അനു നീട്ടിയ ട്രേയിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ എടുത്തുകൊണ്ട് ദേവിക പറഞ്ഞു. പിന്നെ ശ്യാമിന് നേരെ തിരിഞ്ഞ് അവൾ തുടർന്നു. ശ്യാം, നീ ശരിക്കും ലക്കിയാണ്. നിനക്ക് നല്ലൊരു ഫ്യൂച്ചറുണ്ട്. എന്തായാലും ഹെൽത്ത് ഓക്കെ ആയല്ലോ. ആ വലിയൊരു ടെൻഷൻ ഒഴിഞ്ഞില്ലേ? അതുകൊണ്ട് ഇനിയൊന്നും ഓർത്തു വിഷമിക്കേണ്ടതില്ല. ഒന്നുകൂടി എനർജറ്റിക്കായി തിരികെ വന്നാൽ മാത്രം മതി. തീർച്ചയായും മേഡം, ശ്യാം പറഞ്ഞു. അതേ മേഡം, എല്ലാം മേഡത്തിൻ്റെ വലിയൊരു മനസ്സുകൊണ്ടാണ്. ശ്യാമിൻ്റെ അമ്മ അപ്പോഴും നിറഞ്ഞ നന്ദിയോടെ ദേവികയ്ക്ക് മുന്നിൽ കൈകൂപ്പി. അയ്യോ, അമ്മ എന്നെ മേഡം എന്നൊന്നും വിളിക്കേണ്ട. എപ്പോഴത്തെയും പോലെ മോളെ എന്ന് വിളിച്ചാൽ മതി. അതാണ് എനിക്കിഷ്ടം. ദേവിക പറഞ്ഞതും അമ്മ അവളെ നോക്കി മനസ്സ് നിറഞ്ഞൊന്ന് പുഞ്ചിരിച്ചു. അനു വെറുതെ ഒന്ന് ചിരിച്ചെന്നു വരുത്തി. അവിടെ കൂടുതൽ നിൽക്കാതെ അവൾ തിരികെ അടുക്കളയിലേക്ക് നടന്നു. സിങ്കിന് മുന്നിൽ നിന്ന് പാത്രങ്ങൾ കഴുകുമ്പോൾ പൈപ്പിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന വെള്ളത്തിനൊപ്പം അവളുടെ കണ്ണീരും കലർന്നു പോകുന്നുണ്ടായിരുന്നു. മാസങ്ങൾ കടന്നുപോയി. ശ്യാം പൂർണ്ണമായും തൻ്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. അവൻ വീണ്ടും ഓഫീസിൽ പോയി തുടങ്ങി. പ്രമോഷൻ ലഭിച്ചു. പുതിയൊരു കാറും വാങ്ങി. മീറ്റിങ്ങും ബിസിനസ് ട്രിപ്പുകളും വലിയ സൗഹൃദങ്ങളുമൊക്കെയായി അവൻ്റെ ലോകം അനുദിനം വിശാലമായിക്കൊണ്ടിരുന്നു. എന്നാൽ അനു അതേ 4 ചുമരുകൾക്കുള്ളിൽ പഴയതിനേക്കാൾ നിശബ്ദയായി ഒതുങ്ങിപ്പോയി. അടിക്കടിയുണ്ടാകുന്ന കടുത്ത പനിയും മൂത്രത്തിലെ അണുബാധയുമെല്ലാം അവളെ വല്ലാതെ തളർത്തി. സർജറിക്ക് ശേഷമുള്ള ആവശ്യമായ വിശ്രമമില്ലായ്മയും ഒറ്റ കിഡ്നി മാത്രമായി ജീവിക്കുന്നതിൻ്റെ പ്രത്യാഘാതങ്ങളും അവളുടെ ശരീരം കാണിച്ചു തുടങ്ങിയിരുന്നു. പക്ഷേ അതൊന്നും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. അവളാണ് ശ്യാമിന് ജീവൻ പകുത്തു നൽകിയതെന്ന സത്യം ആർക്കും അറിയില്ലായിരുന്നു എന്നത് ശരിയായിരിക്കാം. എങ്കിലും ഒരു കൂരയ്ക്ക് കീഴിൽ ഒപ്പം കഴിയുന്ന സ്വന്തം ഭാര്യയുടെ അവശതയോ മുന്നിൽ തളർന്നു നിൽക്കുന്ന മരുമകളുടെ വേദനയോ അവർ എന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല? അറിയേണ്ടതായിരുന്നു. പക്ഷേ പുതിയ ലോകത്തിൻ്റെ തിളക്കത്തിൽ ശ്യാമോ, മകൻ്റെ വിജയങ്ങളിൽ മാത്രം സന്തോഷം കണ്ടെത്തിയ ആ അമ്മയോ അവളുടെ ഈ നീറ്റലുകൾ കണ്ടില്ല. അല്ലെങ്കിൽ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ചു. ഏട്ടന് വയ്യെന്ന കാരണം പറഞ്ഞ് അവർ തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടാതിരിക്കാനും അവൾ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് അവളുടെ ശരീരത്തിലെ തുന്നിക്കെട്ടലുകളുടെ പാട് അവനൊട്ടും അറിഞ്ഞതുമില്ല. സാധനങ്ങൾ വാങ്ങാനെന്ന വ്യാജേന പുറത്തിറങ്ങി അടുത്തുള്ള ക്ലിനിക്കിൽ നിന്ന് അവൾ ആൻറ്റിബയോട്ടിക്കുകൾ വാങ്ങി രഹസ്യമായി കഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ഞായറാഴ്ച ശ്യാമിൻ്റെ പതിവ് ചെക്കപ്പിനായി അവളും അവനൊപ്പം ആശുപത്രിയിലെത്തി. ഡോക്ടർ ഹരീന്ദ്രൻ്റെ കൺസൾട്ടിംഗ് റൂമിൽ തന്നെ. ശ്യാമിൻ്റെ പുതിയ ബ്ലഡ് റിസൾട്ടുകൾ പരിശോധിച്ച ശേഷം ഡോക്ടർ സന്തോഷത്തോടെ പറഞ്ഞു. എക്സലന്റ് ശ്യാം, ക്രിയാറ്റിനിൻ 1.1 ആണ്. പുതിയ കിഡ്നി തികച്ചും പെർഫെക്റ്റായി പ്രവർത്തിക്കുന്നുണ്ട്. ശ്യാം ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ്. താങ്ക് യു ഡോക്ടർ. ആ ട്രസ്റ്റ് വഴി കിഡ്നി തന്ന ആരാണെന്ന് പോലും അറിയാത്ത ആ ഡോണറോട് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. എൻ്റെ ജീവിതം തിരികെ തന്നത് ആ മനുഷ്യനാണ്, ഒപ്പം ഡോക്ടറും. ശ്യാം നിറഞ്ഞ നന്ദിയോടെ പറഞ്ഞു. അതു കേട്ടതും ഡോക്ടർ ഹരീന്ദ്രൻ പെട്ടെന്ന് ശ്യാമിൽ നിന്ന് നോട്ടം മാറ്റി മുൻപിലിരിക്കുന്ന അനുപമയെ ഒന്ന് നോക്കി. അവളുടെ മുഖം വല്ലാതെ വിളറിയിരുന്നു. ഒന്നും പുറത്തു പറയരുതെന്ന് കണ്ണുകൾ കൊണ്ട് അവൾ അദ്ദേഹത്തോട് നിസ്സഹായമായി യാചിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടറുടെ കണ്ണുകൾ അറിയാതെ ഈറനണിഞ്ഞു. പതിറ്റാണ്ടുകളുടെ മെഡിക്കൽ ജീവിതത്തിനിടയിൽ ഇതുപോലൊരു പെൺകുട്ടിയെ അദ്ദേഹം കണ്ടിട്ടേയില്ലായിരുന്നു. സ്വന്തം ജീവന്റെ ഒരംശം പകുത്തു നൽകിയിട്ടും മറ്റുള്ളവർ ആ നന്മയുടെ ക്രെഡിറ്റ് മുഴുവൻ തട്ടിയെടുക്കുമ്പോഴും ഒരു തുള്ളി പരാതിയോ പരിഭവമോ ഇല്ലാതെ നിശബ്ദമായി സ്വയം ഉരുകിത്തീരുന്ന ഒരു പെണ്ണ്. ശ്യാം, ഡോക്ടർ ശാന്തമായി വിളിച്ചു. ശ്യാം അദ്ദേഹത്തെ നോക്കി. ആ ഡോണർ എവിടെയാണെങ്കിലും ആരാണെങ്കിലും അവർക്ക് നിങ്ങളിൽ നിന്ന് പണമോ പ്രശസ്തിയോ നന്ദിയോ ഒന്നും ആവശ്യമില്ല. അവരതൊട്ട് ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ നിങ്ങൾ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്നത് കാണുക എന്നത് മാത്രമാണ് അവരുടെ ഒരേയൊരു ആഗ്രഹം. ആ വലിയ ത്യാഗത്തെ ഒരിക്കലും വെറുതെയാക്കരുത്, ഡോക്ടർ പറഞ്ഞു. തീർച്ചയായും ഡോക്ടർ. ശ്യാം മനസ്സ് തുറന്ന് പുഞ്ചിരിച്ചു. എന്നാൽ ശരി ഡോക്ടർ, ഞങ്ങൾ ഇറങ്ങട്ടെ.
ശ്യാം സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. അവനൊപ്പം അനുവും. ഡോക്ടർ ശ്യാമിനെ നോക്കി തലയാട്ടിയിട്ട് അനുപമയുടെ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കി. ശ്യാം, തൻ്റെ വൈഫ് തനിക്കൊപ്പം ആശുപത്രിയിലും വീട്ടിലുമൊക്കെ ഓടി നടന്ന് വല്ലാതെ ക്ഷീണിച്ചു പോയിട്ടുണ്ട്. അവൾക്കും നല്ലൊരു റെസ്റ്റ് ആവശ്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഡോക്ടർ ഓർമ്മിപ്പിച്ചു. ഡോക്ടർ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായ അനുപമയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുളുമ്പി. ആ കണ്ണുനീര് പുറത്തേക്ക് വരാതിരിക്കാൻ അവൾ പെട്ടെന്ന് തല താഴ്ത്തി നിന്നു. എന്നാൽ ഡോക്ടറുടെ ആ വാക്കുകളിൽ ഒളിഞ്ഞിരുന്ന ആഴമൊന്നും ശ്യാമിന് കണ്ടെത്താനായില്ല. അവൻ വെറുമൊരു ചിരിയോടെ തലയാട്ടി മുറിക്ക് പുറത്തേക്ക് നടന്നു. ആശുപത്രി കെട്ടിടത്തിൽ നിന്ന് പുറത്തിറങ്ങി കാറിലേക്ക് നടക്കുമ്പോൾ അന്തരീക്ഷത്തിൽ നേർത്ത മഴ ചാറാൻ തുടങ്ങിയിരുന്നു. ഡോക്ടറുടെ മുറിയിൽ നിന്നിറങ്ങിയതും ശ്യാമിൻ്റെ ഫോൺ ശബ്ദിച്ചു. വന്ന മെസ്സേജിന് മറുപടി ടൈപ്പ് ചെയ്തുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു. തൊട്ടു പിന്നാലെ അനുവും. കാറിലേക്ക് നടക്കവേ തണുത്ത മഴത്തുള്ളികൾ അവളുടെ മുഖത്തേക്ക് വീണു ചിന്നിച്ചിതറി. അവൾ വെറുതെ തൻ്റെ അടിവയറിൻ്റെ ഇടതുവശത്തേക്ക് വിരലുകൾ അമർത്തി നോക്കി. വസ്ത്രത്തിന് മുകളിലൂടെ ആ വലിയ തുന്നലിൻ്റെ തഴമ്പ് അവൾക്ക് തൊട്ടറിയാമായിരുന്നു. അവിടെ ആ മുറിപ്പാടിനുള്ളിൽ ലോകമറിയാത്ത വലിയൊരു രഹസ്യമുണ്ടായിരുന്നു. ആരും അറിഞ്ഞില്ലെങ്കിലും, ശ്യാം ഒരിക്കലും തിരിച്ചറിഞ്ഞില്ലെങ്കിലും, അവൻ്റെ ഓരോ ശ്വാസത്തിലും അവൻ്റെ സിരകളിലൂടെ ഒഴുകുന്ന ഓരോ തുള്ളി ചോരയിലും താൻ ജീവിക്കുന്നുണ്ടെന്ന സത്യം അവളുടെ ചുണ്ടിലൊരു നേർത്ത പുഞ്ചിരി വിടർത്തി. അത്രമാത്രമേ ആ പാവം പെണ്ണ് ആഗ്രഹിച്ചിരുന്നുള്ളൂ. സ്നേഹമെന്നാൽ എപ്പോഴും അവകാശവാദങ്ങൾ ഉന്നയിക്കലോ ചെയ്ത നന്മകൾ എണ്ണിപ്പറയലോ ഒന്നുമല്ല. ചിലപ്പോഴൊക്കെ അതൊരു നിശബ്ദമായ ആത്മത്യാഗമാണ്. താൻ ചെയ്തത് ആരും അറിഞ്ഞില്ലെങ്കിലും തൻ്റെ പ്രിയപ്പെട്ടവൻ ജീവനോടെ തൻ്റെ കൺമുന്നിലുണ്ടെന്നതിനപ്പുറം അതിലും വലിയൊരു സൗഭാഗ്യം അവൾക്ക് വേണ്ടായിരുന്നു. അനു, വേഗം കയറ്, മഴ നനയണ്ട. കാറിൻ്റെ ഡോർ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ശ്യാം പറഞ്ഞു. അവൾ ഡോർ തുറന്ന് കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്നു. കാർ മുന്നോട്ട് കുതിക്കുമ്പോൾ ജനൽച്ചില്ലിലൂടെ പിന്നിലേക്ക് പായുന്ന നഗര കാഴ്ചകളിലേക്ക് നോക്കി അവൾ അങ്ങനെ വെറുതെയിരുന്നു. അപ്പോഴും ആ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. വേദനയുടെ നീറ്റലിലും ആരും കാണാത്ത അവളുടെ മനസ്സ് മാത്രം നിറയ്ക്കുന്ന വല്ലാത്തൊരു സംതൃപ്തി നിറഞ്ഞ പുഞ്ചിരി. മഴക്കാലം പതിയെ വഴിമാറി തുലാവർഷത്തിൻ്റെ കാറ്റ് വീശിത്തുടങ്ങിയ നാളുകളായിരുന്നു അത്. ശ്യാമിൻ്റെ ജീവിതം മുൻപെങ്ങുമില്ലാത്ത വിധം വേഗത കൈവരിച്ചിരുന്നു. സർജറി കഴിഞ്ഞ് 6 മാസം തികഞ്ഞപ്പോഴേക്കും കമ്പനിയിൽ അവന് പ്രമോഷൻ ലഭിച്ചു. പുതിയ കാർ, പുതിയ ലാപ്ടോപ്പ്, ഒപ്പം എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഫോൺ കോളുകൾ. രാവിലെ 8 മണിക്ക് ഇറങ്ങിയാൽ രാത്രി 10 മണിക്കാവും അവൻ തിരിച്ചെത്തുക. അനുവിൻ്റെ ലോകം പക്ഷേ ആ പഴയ 4 ചുവരുകൾക്കുള്ളിൽ തന്നെ ഒതുങ്ങി നിന്നു. ശരീരത്തിൽ അവശേഷിച്ച ഒറ്റ വൃക്കയുടെ സാന്നിധ്യം ഇടയ്ക്കിടെയുള്ള അസ്വസ്ഥതകളിലൂടെ അവൾക്ക് അനുഭവപ്പെടാറുണ്ടായിരുന്നു. കുറച്ചുനേരം നിന്ന് ജോലി ചെയ്താൽ കാലുകളിൽ നേർത്ത നീര് വരും. ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ മറന്നുപോയാൽ നടുവിൻ്റെ ഇടതുഭാഗത്ത് വല്ലാത്തൊരു ഭാരവും വേദനയും തോന്നും. പക്ഷേ രാവിലെ മുതൽ വീട്ടുജോലികളുടെ തിരക്കിൽ അവൾ സ്വയം ശ്രദ്ധിക്കാൻ മറന്നുപോയിരുന്നു. അനു, എനിക്ക് ഇന്ന് കുറച്ചു നേരത്തെ ഇറങ്ങണം. ഒരു 6:30 ഞാൻ ഇറങ്ങും. ദേവിക മാഡത്തിനൊപ്പം എറണാകുളത്ത് വെച്ച് ഒരു ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് പോകുന്ന വഴിക്ക് ഞാൻ എന്തെങ്കിലും കഴിച്ചോളാം. ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ടുകൊണ്ട് ശ്യാം പറഞ്ഞു. ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട് ഏട്ടാ. ഒരു 10 മിനിറ്റ് ഇരുന്നാൽ ചൂടോടെ കഴിച്ചു പോകാമല്ലോ. പുറത്തുനിന്നുള്ള ഭക്ഷണം ഒട്ടും കഴിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതല്ലേ? അവൾ ഓർമ്മിപ്പിച്ചു. അവൾ പറഞ്ഞതു കേട്ട് ശ്യാം തിടുക്കത്തിൽ വാച്ചിലേക്ക് നോക്കി. എനിക്ക് കൃത്യം 9:30 അവിടെ എത്തണം അനു. മാഡം ഓഫീസിൽ എന്നെ വെയിറ്റ് ചെയ്യും. നീ കാര്യങ്ങളൊന്ന് മനസ്സിലാക്ക്. അവൻ്റെ ശബ്ദത്തിൽ ധൃതിയും നേരിയ അക്ഷമയും മാത്രമായിരുന്നു. അവൾ ഒന്നും പറയാതെ അവനെ തന്നെ നോക്കി നിന്നു. മറുപടി ഒന്നും കേൾക്കാതായപ്പോഴാണ് ശ്യാം മുഖമുയർത്തി അവളെ നോക്കിയത്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരിക്കുന്നത് അവൻ കണ്ടു. ശരി, എങ്കിൽ നീ അതൊരു ബോക്സിലാക്കിത്താ. ഞാൻ കാറിലിരുന്ന് കഴിച്ചോളാം, അവൻ പറഞ്ഞു. അതുകേട്ട് അവൾ വേഗത്തിൽ അടുക്കളയിലേക്ക് നടന്നു. ധൃതിയിൽ കാലെടുത്തു വെച്ചതുകൊണ്ടാകാം അടിവയറ്റിൽ പെട്ടെന്നൊരു കൊളുത്തിപ്പിടുത്തം. വേദനയുടെ കാഠിന്യത്തിൽ വാതിലിൻ്റെ കട്ടിളപ്പടിയിൽ മുറുക്കെ പിടിച്ച് അവൾ ഒരു നിമിഷം നിന്നുപോയി. പിന്നെ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിട്ട് അവൾ സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചു.
ചൂടോടെ ഫ്രഷായി കഴിക്കേണ്ട ഭക്ഷണം പോലും ബോക്സിലടിച്ച് ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ കഴിക്കാൻ പോകുന്ന ഭർത്താവിനെ അവൾ നിസ്സഹായതയോടെ ഓർത്തു. തൻ്റെ ശരീരത്തിൻ്റെ ഒരു പകുതി പകുത്തു നൽകിയിട്ടും സ്വന്തം ആരോഗ്യം പോലും നോക്കാതെയുള്ള അവൻ്റെ ഈ പോക്ക് അവളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. ഭാര്യയുടെ കിഡ്നി ആണെന്ന് അറിഞ്ഞിട്ട് വേണ്ട, എങ്കിലും ഏതോ ഒരു മനുഷ്യൻ അയാളുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം തന്നെ കൊടുത്ത് നൽകിയ ജീവിതമല്ലേ, അതിന് അല്പമെങ്കിലും വില കൊടുക്കേണ്ടേ? അങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ശ്യാം ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും പൂജാമുറിയിലെ പ്രാർത്ഥന കഴിഞ്ഞ് അമ്മ ഉമ്മറത്തേക്ക് വന്നു. ശ്യാമേ മോനെ, ദേവികമോളുടെ അമ്മയ്ക്ക് കൊടുക്കാൻ ഞാൻ കുറച്ച് നാടൻ വെളിച്ചെണ്ണ എടുത്തു വെച്ചിട്ടുണ്ട്. ആ കുട്ടിയോട് ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് നന്ദി കാണിക്കാൻ പറ്റൂ. അതും കൂടി കാറിലേക്ക് എടുത്തു വെച്ചോ, അമ്മ പറഞ്ഞു. ശരി അമ്മേ, ഞാൻ കൊടുത്തോളാം. മാഡം കഴിഞ്ഞ ദിവസം അമ്മയുടെ കാൽമുട്ടിലെ വേദനയെക്കുറിച്ച് ചോദിച്ചിരുന്നു. നല്ലൊരു ഓർത്തോ ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതു കേട്ടതും അമ്മയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. എന്ത് കാര്യപ്രാപ്തിയുള്ള കുട്ടിയാണല്ലേ അത്, ദൈവമായിട്ട് അയച്ചതാ അവളെ, അമ്മ നിറഞ്ഞ മനസ്സോടെ പറഞ്ഞു. അതു കേട്ടുകൊണ്ടാണ് അനു അവിടേക്ക് വന്നത്. നെഞ്ചിൽ വീണ്ടും ഒരു വേദന. അവൾ അത് കേട്ടില്ലെന്ന് നടിച്ചു. അനു ടിഫിൻ ബോക്സ് ചെറിയ ബാഗിലാക്കി ശ്യാമിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അവൻ അത് വാങ്ങി വേഗത്തിൽ കാറിലേക്ക് നടന്നു. അവന് തിരക്കായിരുന്നു. ഒരു യാത്ര പറച്ചിലോ സ്നേഹത്തോടെയുള്ള ഒരു നോട്ടമോ പോലും ആ സമയം അവളുടെ നേർക്ക് അവനിൽ നിന്നുണ്ടായില്ല. കാർ ഗേറ്റു കടന്ന് റോഡിലേക്ക് മറിയുന്നതുവരെ അവൾ ആ ഉമ്മറത്ത് തന്നെ നിന്നു. പുലർക്കാലത്തെ തണുത്ത കാറ്റേറ്റ് അവളൊന്ന് കുളിർന്നു വിറച്ചു. 2 ആഴ്ചകൾക്കു ശേഷം ഒരു ഞായറാഴ്ച വൈകുന്നേരമാണ് ദേവിക വീണ്ടും ആ വീട്ടിലെത്തുന്നത്. കമ്പനിയിലെ പുതിയൊരു പ്രൊജക്റ്റിൻ്റെ പ്രൊപ്പോസൽ ഫയലുകൾ ശ്യാമിന് കൊടുക്കാനായിരുന്നു അവളുടെ വരവ്. വരുമ്പോൾ വെറും കൈയോടെയായിരുന്നില്ല അവൾ വന്നത്. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത വില കൂടിയ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു ബോക്സും അവൾ കയ്യിൽ കരുതിയിരുന്നു. അമ്മേ, ഇത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. എൻ്റെ ഫ്രണ്ട് നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ശ്യാമിന് വേണ്ടി ഞാൻ പ്രത്യേകം വരുത്തിച്ചതാണ്. ഇപ്പോൾ ഡയറ്റിൽ ഇതൊക്കെ ഉൾപ്പെടുത്തിയാൽ ഇമ്മ്യൂണിറ്റി പെട്ടെന്ന് കൂടും. വില കൂടിയ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ബോക്സ് അമ്മയുടെ നേർക്ക് നീട്ടിക്കൊണ്ട് സ്നേഹം ചാലിച്ച വിനയത്തോടെ ദേവിക പറഞ്ഞു. അമ്മ അത് അത്ഭുതത്തോടെയും അതിലേറെ നന്ദിയോടെയും കൈകളിൽ വാങ്ങി. എൻ്റെ മോളെ, നിന്റെ ഒരു മനസ്സ്. അന്ന് ആ ട്രസ്റ്റിലൊക്കെ കയറിയിറങ്ങി നീ ആ ഡോണറെ ഒപ്പിച്ചു തന്നില്ലായിരുന്നെങ്കിൽ, ഇല്ല, എൻ്റെ മോനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടില്ലായിരുന്നു. ആയുസ് മുഴുവൻ കൈകൂപ്പി നിന്നാലും മോളോടുള്ള നന്ദി തീരില്ല മോളെ. നിറഞ്ഞ കണ്ണുകളോടെ അമ്മ വീണ്ടും അവൾക്ക് നേരെ കൈകൾ കൂപ്പി. ദേവികയുടെ ചുണ്ടിലൊരു നേർത്ത കള്ളച്ചിരി മിന്നിമറഞ്ഞു. അവൾ ശ്യാമിൻ്റെ കണ്ണുകളിലേക്കൊന്ന് ഇടം കണ്ണിട്ട് നോക്കി. അമ്മ പറഞ്ഞത് തന്നെയാണ് അവൻ്റെ ഉള്ളിലും എന്നവൾക്ക് തോന്നി. അതൊക്കെ എൻ്റെ കടമയല്ലേ അമ്മേ. ശ്യാമിനെ പഴയതുപോലെ ചുറുചുറുക്കോടെ കാണുക എന്നതിൽ കവിഞ്ഞ് മറ്റെന്താ എനിക്ക് വേണ്ടത്. ഇനിയും കൂടെ ഞാനുണ്ടാവും എപ്പോഴും. ഓഫീസിലെ ഓരോ വിജയങ്ങളിലും പ്രമോഷനുകളിലും ദേവികയുടെ തണലുണ്ടായിരുന്നു. മരണത്തിൻ്റെ വക്കിൽ നിന്ന് തന്നെ ജീവിതത്തിലേക്കും കരിയറിലേക്കും കൈപിടിച്ചു കയറ്റിയത് ദേവികയാണെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ അവളുടെ സാമീപ്യവും അധികാരഭാവവും ശ്യാമിന് പ്രത്യേകിച്ച് വല്ലായ്മയൊന്നും ഉണ്ടാക്കിയില്ല. അവനെ പൂർണ്ണമായി സ്വന്തമാക്കാനുള്ള ദേവികയുടെ കണക്കുകൂട്ടലുകൾ അവനൊട്ട് തിരിച്ചറിഞ്ഞതുമില്ല. ആ സമയത്താണ് ഹാളിലേക്ക് ചായയുമായി അനു കടന്നു വന്നത്. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അവൾ ട്രേ മുറുകെ പിടിച്ചിരുന്നു. ചോര വറ്റിയ ചുണ്ടുകളും കൺതടങ്ങളിലെ കറുപ്പും അവളുടെ അവശത വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ചായ. ശബ്ദമിടറാതെ ടീപ്പോയിലേക്ക് ഗ്ലാസുകൾ വെച്ചുകൊണ്ട് അവൾ പതുക്കെ പറഞ്ഞു. ഗ്ലാസ് എടുക്കാൻ കൈനീട്ടിയ ദേവിക അവളുടെ വിളറിയ മുഖത്തേക്ക് നോക്കി നെറ്റിച്ചുളിച്ചു. നിനക്കിതെന്താ അനുപമ പറ്റിയത്? വെറുതെ വീട്ടിലിരുന്നിട്ടും നിന്റെ മുഖത്ത് വല്ലാത്തൊരു തളർച്ചയാണല്ലോ. ഒന്നും ചെയ്യാനില്ലാത്തവർക്കാണ് ഈ ആലസ്യം മുഴുവൻ. ദേവിക പറഞ്ഞതും അനു ആകെ വല്ലാതെയായി. എങ്കിലും അത് പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടി വെറുതെ അവളൊന്ന് ചിരിച്ചെന്ന് വരുത്തി. ശരിയാ അനു, നീ മേഡത്തെ കണ്ടുപഠിക്ക്. ഓഫീസിലെ എല്ലാത്തിനും മേഡം മുൻപിലുണ്ടാകും, ശ്യാം പറഞ്ഞു. ശ്യാമിൽ നിന്നും അത് കേട്ടപ്പോൾ മാത്രം അനുവിന് വല്ലാതെ വേദനിച്ചു. എന്നാൽ ശ്യാം പറഞ്ഞതു കേട്ട് ദേവികയുടെ ചുണ്ടിൽ തൃപ്തി നിറഞ്ഞൊരു പുഞ്ചിരി വിരിയുകയും ചെയ്തു. അനു ഒന്നും പറഞ്ഞില്ല. ഒരു തുള്ളി കണ്ണീര് പോലും പുറത്തേക്ക് വരാതിരിക്കാൻ അവൾ ചുണ്ടുകൾ കടിച്ചമർത്തി.
അടിവയറ്റിലെ ആ വലിയ തുന്നലുകളിൽ ഒരു കൊള്ളിയാൻ പോലെ നീറ്റൽ പടർന്നു പിടിച്ചപ്പോൾ ആരും കാണാതെ അവൾ അവിടെ അമർത്തിപ്പിടിച്ചു. സ്വന്തം ജീവന്റെ പകുതി മുറിച്ചു നൽകിയിട്ടും മറ്റൊരാളുമായി തന്നെ താരതമ്യം ചെയ്യുന്നത് കാണുമ്പോൾ അവൾക്ക് ഉള്ളു നീറുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ സത്യങ്ങളൊന്നും അറിയാതെയാണല്ലോ എന്ന് സമാധാനിച്ചുകൊണ്ട് ഉള്ളു നീറി വിതുമ്പുന്ന മനസ്സിനെ സ്വയം ഒതുക്കി അവൾ ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് നടന്നു. അടുത്ത 2 ദിവസങ്ങളിൽ അനുവിൻ്റെ ശരീരം പൂർണ്ണമായും തളർന്നു തുടങ്ങിയിരുന്നു. മൂത്രത്തിൽ കടുത്ത അണുബാധയും വിറയലോടെയുള്ള പനിയും വന്ന് ശരീരം ചുട്ടുപൊള്ളി. ഒറ്റ കിഡ്നി മാത്രമുള്ള ശരീരത്തിൽ താങ്ങാനാവാത്ത അധ്വാനവും വിശ്രമമില്ലായ്മയും ചേർന്ന് അവളുടെ ആരോഗ്യത്തെ തകർത്തു കളഞ്ഞിരുന്നു. എന്നിട്ടും അവൾ അവളെക്കൊണ്ട് കഴിയുന്നതുപോലെ വീട്ടുജോലികൾ ചെയ്തു. അവൾക്ക് എന്തു പറ്റി വയ്യേ എന്ന് ആരും ചോദിച്ചതുമില്ല. അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു. നഗരത്തിലെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ച് കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലയൻറ്റ് മീറ്റിംഗിൽ പങ്കെടുക്കുകയായിരുന്നു ശ്യാമും ദേവികയും. അതേസമയം വീട്ടിൽ അടുക്കളയിൽ ചൂടുവെള്ളം തിളപ്പിക്കാൻ നോക്കുകയായിരുന്ന അനുവിൻ്റെ കണ്ണുകളിൽ ഇരുട്ട് കയറി. അടിവയറ്റിൽ കഠിനമായ വേദനയോടെ അവൾ വയറ്റിൽ കൈവച്ച് ഒരു ഞരക്കത്തോടെ തറയിലേക്ക് കുഴഞ്ഞു വീണു. ആ വീഴ്ചയിൽ തലയിടിച്ച് അവൾ പൂർണ്ണമായും അബോധാവസ്ഥയിലായി. ശബ്ദം കേട്ട് അകത്തുനിന്നും ഓടി വന്ന അമ്മ കണ്ടത് തറയിൽ ചോര വറ്റിയ വിളറി വെളുത്ത മുഖവുമായി അനക്കമില്ലാതെ കിടക്കുന്ന അനുവിനെയാണ്. അവളാകെ വിയർത്തു കുളിച്ചിരുന്നു. അയ്യോ അനു മോളെ, എന്താ പറ്റിയത്? അമ്മ പരിഭ്രാന്തിയോടെ അവളെ കുലുക്കി വിളിച്ചു. പക്ഷേ അവൾ കണ്ണു തുറന്നില്ല. അവളുടെ ശരീരം ഐസ് പോലെ തണുത്തുപോയിരുന്നു. അമ്മ നിലവിളിച്ചുകൊണ്ട് അയൽക്കാരെ കൂട്ടി ഉടൻ തന്നെ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രി വരാന്തയിൽ വെച്ച് വിറയ്ക്കുന്ന കൈകളോടെ അമ്മ ശ്യാമിൻ്റെ ഫോണിലേക്ക് വിളിച്ചു. ക്ലയൻറ്റിന് മുൻപിൽ പ്രസൻറ്റേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്ന ശ്യാമിൻ്റെ ഫോണിലേക്ക് അമ്മയുടെ കോൾ വന്നു. പക്ഷേ സൈലൻ്റ് ആയിരുന്നതുകൊണ്ട് തന്നെ അവനത് കേട്ടില്ല. അമ്മ വീണ്ടും വീണ്ടും ഒത്തിരി തവണ വിളിച്ചു നോക്കി. പക്ഷേ അവൻ എടുക്കുന്നേ ഉണ്ടായിരുന്നില്ല. ബ്രേക്ക് സമയത്ത് പുറത്തിറങ്ങിയ അവൻ ഫോൺ എടുത്തു നോക്കി. അമ്മയുടെ കുറേ മിസ്ഡ് കോൾ. അവൻ്റെ ഉള്ളിലൊരു വെള്ളിടി വെട്ടി. അമ്മയ്ക്ക് അരുതാത്തത് എന്തെങ്കിലും? അവൻ അതാണ് ചിന്തിച്ചത്. അവൻ വേഗം അമ്മയുടെ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. കോൾ എടുത്തതും അമ്മയുടെ പരിഭ്രാന്തിയോടെയുള്ള ശബ്ദം കേട്ടു.